ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്. ഷോ ദ ഡിസൈനിങ് ഓഫ് എ sanitizer dispenser going through the various stages of the design process. Use and sketches to illustrate the process. Show the designing of a sanitizer dispenser going through the various stages of the design process. Use hand sketch to illustrate the process. Okay. Question മനസ്സിലായല്ലേ? ഷോ ദ ഡിസൈനിങ് ഓഫ് എ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് മോസ്റ്റായിട്ട് നമുക്ക് ഡിസൈനിങ്ങിൽ എന്തായാലും ആ കോവിഡിൻ്റെ ബ്രേക്ക് ദ ചെയിൻ റിലേറ്റഡ്ലി ഏതെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാവും നമുക്ക്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഷോ ദ ഡിസൈനിങ് ഫേസ് മാസ്ക് ഡിസൈനോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അങ്ങനെയുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഉണ്ടാവും. ഓക്കെ. So show the designing of a sanitizer dispenser going through the various stages of the design process. Use hand sketches to illustrate the process. ഒന്ന് സിമ്പിളായിട്ട് വരയ്ക്ക്. വരച്ച ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനും ഇപ്പം നിങ്ങൾ അതൊന്നും എഴുതാൻ നിൽക്കേണ്ട. എക്സാമിന് എഴുതാൻ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഫോർ എക്സാമിനേഷൻ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് എയിം എഴുതണം, ദെൻ ഡിസൈൻ ഫംഗ്ഷൻ എഴുതണം, ദെൻ ഡിസൈൻ കൺസ്റ്റൻസ് എഴുതണം, അഗെയിൻ ഡിസ്ക്രിപ്ഷൻ എഴുതണം. നിങ്ങളുടെ മോഡലിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ ടൂൾസാണ് നിങ്ങൾ അതിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, പിന്നെ എന്ത് എഴുതണം? നിങ്ങൾ മോഡലിനെ കുറിച്ച് എഴുതണം. എൻ്റെ വോയിസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് എയിം എഴുതണം. ഇപ്പം എഴുതണ്ട, ഞാൻ ജസ്റ്റ് പറയാണ്. എയിം എഴുതണം, എഗെയിൻ എന്തെഴുതണം? ഡിസൈൻ ഫംഗ്ഷൻ എഴുതണം, ഡിസൈൻ ഫംഗ്ഷൻ, ദെൻ ഡിസൈൻ കൺസ്ട്രൈൻസ്. ഓക്കെ, ദെൻ വേറെ എന്താ എഴുതേണ്ടത്? ദെൻ മോഡൽ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, മോഡൽ ഡിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് വരയ്ക്ക് ഷോ ദ ഡിസൈനിങ് ഓഫ് ദ സാനിറ്റൈസർ ഡിസ്പെൻസർ. നിങ്ങൾ ഫസ്റ്റ് ഒരു സാമ്പിൾ ഡിസൈൻ വരയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള എന്തൊക്കെ സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ് ഉള്ളതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഫാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് പോരെ? 11 മുൻപ് എല്ലാ ആൾക്കാരും കംപ്ലീറ്റ് ചെയ്യണം. ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ പ്രോസസ്. ഓക്കെ, ഡിജിറ്റൽ ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഐഡിയാൻ്റെ ബേസിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ദി ഡിസൈൻ പ്രോസസ്. ഡിസൈൻ മാത്രം വരയ്ക്ക്. അഭിനവ് ഇത്ര സമയം എവിടെയാ പോയാ? സാർ മീറ്റ് ഓപ്പൺ ആക്കുമ്പോ ആ സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കലായിരുന്നു. ഓക്കെ ഓക്കെ, ഡിസൈൻ ചെയ്യ വേഗം. അമൽ സുരേന്ദ്രനെ ക്ലാസ്സിൽ കണ്ടിട്ട് കുറെ ആയല്ലോ. അമൽ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നോ? ആണോ? ഡിസൈൻ ചെയ്യ ഫാസ്റ്റ് ആയിട്ട്. സമയം അധികം എടുക്കണ്ട. സാമ്പിൾ ഡിസൈൻ നോക്കാനാണ്. നിങ്ങൾ എത്ര ആൾക്കാർ എങ്ങനെയുള്ള മോഡൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറേ മോഡൽ നിങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും ഷോപ്പിനൊക്കെ പോകുമ്പോഴും കണ്ടിട്ടുണ്ടാവും. കുറച്ച് വെറൈറ്റി കാണിച്ചു കേട്ടാ. ഷോ ദ ഡിസൈൻ, കുറച്ച് ആൾക്കാർ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ദ ഡിസൈൻ പ്രോസസ്. യൂസ് ഹാൻഡ് സ്കെച്ചസ് ടു ഇലിസ്ട്രേറ്റ് ദ പ്രോസസ്. ക്വസ്റ്റ്യൻ തരുന്നത്, സപ്പോസ് നിങ്ങൾക്ക് അറിയാം സാനിറ്റൈസർ ഡിസ്പെൻസർ ഇങ്ങനെ തന്നെയാണ് വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സാമ്പിൾസ് വെറുതെ സ്കെച്ച് ചെയ്ത് നോക്കിയില്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാ ആൾക്കാരും ജസ്റ്റ് വരച്ച് നോക്ക് ഡിസൈന്. Show the designing of sanitizer dispenser going through the various stages of the design process. Use hand sketches to illustrate the process. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടേക്ക്.
ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ. ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ നോക്കുക, നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസൈനാണ് തന്നിട്ടുള്ളത്, ഡിസൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സാനിറ്റൈസർ ഡിസ്പെൻസർ. ഈ ക്വസ്റ്റ്യൻ ആണ്. സോ ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ ഗോയിങ് ത്രൂ ദ various stages of the design process. Use hand sketches to illustrate the process. ലിഖിത്ത് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അനിരുദ്ധ് വന്നിട്ടുണ്ട്. ലിഖിത്ത് ഓക്കെ. കംപ്ലീറ്റ് ആയ ആൾക്കാരോട് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. Show the designing of a sanitizer dispenser going through the various stages of the design process. Use hand sketches to illustrate the process. ഡിജിറ്റൽ മോഡലൊക്കെ വരയ്ക്കാം കേട്ടോ. നോർമലായിട്ട് ഷോപ്പിൽ കാണുന്നതൊന്നും വരയ്ക്കല്ലേ, കുറച്ചുകൂടി ആലോചിച്ച് വരച്ചോ. കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട് ഇപ്പോൾ, ഓട്ടോമാറ്റിക് ഒക്കെ വന്നിട്ടുണ്ട്. Show the designing of a sanitizer dispenser going through the various stages of design process. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കുക, ഡിസൈൻ ആണ് തന്നിട്ടുള്ളത്. ഷോ ദ ഡിസൈനിങ് ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ പ്രോസസ്. ഓക്കെ, കംപ്ലീറ്റ് ആയ ആൾക്കാർ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. സഫീലല്ലേ ഇപ്പൊ ജോയിൻ ചെയ്തത്? സഫീലിന് ക്വസ്റ്റ്യൻ എന്താണ് മനസ്സിലായോ? സഫീൽ ക്വസ്റ്റ്യൻ ഓക്കെ. ക്വസ്റ്റ്യൻ ഷോ ദ ഡിസൈനിങ് ഓഫ് സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷോ ദ ഡിസൈൻ ഓഫ് എ സാനിറ്റൈസർ ഡിസ്പെൻസർ ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ പ്രോസസ്. യൂസ് ഹാൻഡ് സ്കെച്ചസ്. ഓക്കെ, ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്താ? അഭിനവ്, അമൽ? സർ കംപ്ലീറ്റ് ആക്കി, പക്ഷെ വിചാരിച്ചവരെ കൊണ്ട് വരക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, കാണിച്ചോ. ഫ്യൂച്ചേഴ്സ് പറയണേ. ഓക്കെ, അത് കാണുന്നുണ്ടോ? എക്സ്പ്ലെയിൻ. സാർ ഇതാണ് എന്റെ ഡിസ്പെൻസർ. ഇവിടെ സെൻസർ ഉണ്ട്, അതേപോലെ തന്നെ സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റൂ. ഇത് ഫുള്ളൊരു ഗ്ലാസ് ടൈപ്പ് ബോഡിയാണ്. ഇത് സാനിറ്റൈസർ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഇതാക്കാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. മുകളത്തെ ഹോൾഡർ, സ്വിച്ചും സെൻസർ ആണല്ലേ? ഓക്കെ, ഗുഡ്. ദെൻ വേറെ ആൾക്കാരെ
റെന്റിന് ഏകദേശം 2% അഭിനവൻ്റെതാ? ആ. നോക്കട്ടെ. എക്സ്പ്ലെയിൻ സാറ് ചെയ്. കാണുന്നില്ലേ? ആ ആ സാറേ, ഇവിടെ ഇങ്ങനെ എത്ര സാനിറ്റൈസർ ഉണ്ട് എന്നുള്ളത് അതിന്റെ ആ മീറ്റർ ചെറിയൊരു ഗ്ലാസ് അവിടെ ഉണ്ട്. ഉം, ബാക്കിയെല്ലാം നമ്മളെ അലൂമിനിയം പോലത്തെ മെറ്റലാണ്. ഉം. ഉള്ളേ ഇത് ഗ്ലാസ് ആണ്. പക്ഷെങ്കിൽ ഇത് കവർ ചെയ്തിട്ടുള്ള അലൂമിനിയം പോലത്തെ മെറ്റൽ. ഇവിടെ മാത്രം അത് ഒഴിവാക്കിയിട്ട് മീറ്റർ നമ്മളെ അളവ് കാണാൻ വേണ്ടിയിട്ട് ആ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സാനിറ്റൈസർ ഒഴിക്കാം ഇതില്. ആ ഇത് മോഷനാണ്. പിന്നെ സ്വിച്ച് നമ്മളെ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിൽ സ്വിച്ച് തമ്പ് സെപ്പറേറ്റ് ആണോ? അഥവാ ആ എന്നാ വെച്ചാൽ ഇപ്പം ബാറ്ററി ഇതിപ്പോ ബാറ്ററിയില്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ബാറ്ററി ഇപ്പൊ പെട്ടെന്ന് തീർന്നാൽ നമുക്ക് സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സ്വിച്ച് ആക്കിയിട്ട് നമുക്ക് സാനിറ്റൈസർ കിട്ടും. അതർവൈസ് സെൻസാറാണ് വെച്ചിട്ടുള്ളത്. അതൊരു സെൻസറാണ്. ഓക്കെ. പിന്നെ നമുക്കൊരു ആണി അടിച്ചിട്ട് അവിടെ തൂക്കാം. അല്ല മെറ്റൽ ബോഡി ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റ് മെറ്റൽ ബോഡി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും വെക്കാം. ഫിക്സ് ചെയ്യാം. വോളിൽ ഗുഡ്. ഓക്കെ. ദെൻ വേറെ ആൾക്കാര്? അമൽ രവീന്ദ്രൻ. അമൽ രവീന്ദ്രൻ. അമൽ രവീന്ദ്രൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. അനൈന. അനൈന. ഓക്കെ. അനൈന ഓൺലൈൻ ക്ലാസ് ആയ ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ വിളിച്ചതിനൊന്നും ആൻസർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അനിരുദ്ധ്. അനിരുദ്ധ്. അനിരുദ്ധ് കംപ്ലീറ്റ് ആയതുവരെ മതി. ഒന്ന് കാണിക്ക് ഡിസൈന്. അനിരുദ്ധ്. സാറേ അത് അമലിന്റെ പോലെ തന്നെയാണ്. അമലോപനവും പറഞ്ഞ പോലെ തന്നെയാണ് ഏകദേശം. കുഴപ്പമില്ല. ആ ബേസ് മോഡൽ ഉണ്ടെന്നാ നോക്കട്ടെ. സെയിം ആണ്. വേറെ ഒരു ചേഞ്ചസും ഇല്ല. ഓക്കെ. 3 മോഡലും സെയിം ആണ്. അനുപമ. ഓക്കെ. അനിരുദ്ധ്. ഓക്കെ. അനുപമ. സർ ആയിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഈ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ അരോമൽ അമലൊക്കെ കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഹെൽമെറ്റ് പ്രൊവൈഡേഴ്സ് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു ബൈക്ക് റൈഡേഴ്സ്, ബട്ട് ബൈക്ക് റൈഡേഴ്സ് ഫൗണ്ട് ഡിഫിക്കൽട്ടീസ് ടു ക്യാരി ഹെൽമെറ്റ് വിത്ത് ദം ആൻഡ് ഹുക്കിംഗ് ഇറ്റ് അപ്പ് ബൈക്സ് as well. Develop a solution to solve this problem without sacrificing safety. Okay. So helmet provides safety and protection to bike riders, but riders found difficulties to carry helmet with them and hooking up its bike as well. Develop a solution to solve the problem without sacrificing safety. Question മനസ്സിലായല്ലേ? നേരത്തെ ഉള്ളത് കംപ്ലീറ്റ് ആയ ആൾക്കാർ. ഇത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യന് ഇപ്പൊ ക്വസ്റ്റ്യന് ഓൾറെഡി ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ എടുത്തതാണത്. ഓക്കെ. അതുകൊണ്ട് ഡിസൈൻ ചെയ്. ഞാൻ ബാക്കി ഓൾറെഡി ചെയ്തിട്ടുള്ള ഡിസൈൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അർബിത്തിന്റെ ഡിസൈൻ കാണിക്കേ. അതിങ്ങനെ ഒരാൾ ഒരു വെറൈറ്റി ഡിസൈൻ കൂടി കാണിക്കേ. അർബിത്ത്. അർബിത്ത്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എല്ലാം ഏകദേശം ഒരേപോലെ, പക്ഷെ ഡിസൈൻ ചെറിയ ഒന്ന് കാണിക്കേ.
ഡിസൈന് ഇങ്ങനെ കൊടുത്തതിന് എന്തെങ്കിലും ഇതുണ്ടോ പ്രത്യേകത? ഇതില് മറ്റേ ഇതിന്റെ സാനിറ്റൈസറിന്റെ ലെവല് വേണം. ആ പിന്നെയുള്ളത് ഇവിടെ സെൻസറും ഉണ്ട് നോർമലായിട്ട് ഇൻഫ്രാറെഡ് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ. അപ്പൊ ഇതില് ഉള്ളത് വെച്ചാല് നമ്മൾ കൈ വെച്ചാല് ഒരു 2-3 ഡ്രോപ്സ് താഴോട്ടേക്ക് ഇടും. ആ അത് കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ കൈ വെക്കണം. അത് കൺട്രോളിലായിട്ട് വെക്കാൻ ഇതൊരു പ്രോഗ്രാം ചെയ്യാനാണ്. അതില് ഓക്കെ. പിന്നെ അതിന്റെ ഈ ബാറ്ററി റിമൂവ് ചെയ്യുന്ന സ്ഥലം അത് ഇല്ല, ഡിസൈന് അവര് സിലിണ്ടറിക്കൽ ഷേപ്പില് അവര് സിലിണ്ടർ cylindrical shape ഷേപ്പിലല്ലേ അല്ല, വെച്ചത്? scan ഈ ഷേപ്പിൽ വെച്ചതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകതയൊന്നുമില്ല. അതെല്ലാം ഒരേപോലെ തന്നെയാണ്. ഡിസൈൻ മാറ്റിയേ ഉള്ളൂ. ഓക്കെ. ഇത് താഴോട്ടേക്ക് പോകുമ്പോ വേസ്റ്റ് കറക്റ്റ് ആയിക്കോളും. അത് ഡ്രോപ്പ് മാറിയിട്ടുണ്ട്. എടാ, പിന്നെ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കുക. എക്സാമിന് ചിലപ്പോൾ സെയിം സാധനം തന്നെ ഇവർ എന്ത് ചോദിക്കും? മറ്റേ 3 മോഡലിൽ ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്. എർഗണോമിക്സോ ഇല്ലെങ്കിൽ ബയോമിമിക്രിയോ ഇല്ലെങ്കിൽ എന്താണ് അസത്തറ്റിക്സോ ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പിൽ വേണം, ആ ടൈപ്പിന് നിങ്ങൾ ചിന്തിക്കണം കേട്ടാ. ദെൻ അനുപമേൻ്റെത് കംപ്ലീറ്റ് ആയാ? വേറെ ഡിസൈൻ അശ്വിൻ? സർ ആക്ച്വലി സംഭവം സെയിം തന്നെയാണ്. പിന്നെ അതിൽ ലൈറ്റിൻ്റെ ഒരു ലൈറ്റും വരും സൗണ്ടും വരും. നോക്കട്ടെ ഡിസൈൻ. ഹാൻഡ് ടച്ച് ചെയ്യാത്ത രീതിയിൽ സെൻസർ വയ്ക്കുന്നുണ്ട്. പിന്നെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് കാണുന്നത് ഞാൻ. മോഡൽ സെയിം തന്നെയാണ്. എക്സ്പ്ലെയിൻ. പക്ഷെ ഇവിടെ ഒരു ലൈറ്റും വരും. പിന്നെ അത് വരുന്ന സമയത്ത് സൗണ്ടും വരും. സാനിറ്റൈസർ വരുന്ന സമയത്തിൽ സൗണ്ടും ഉണ്ടാവും. സൗണ്ട് വരും. ഓക്കെ ഓക്കെ. നന്ദിത ഉണ്ടോ? നന്ദിത അല്ല, ഷിഷ്കാജ്. ഷിഷ്കാജ് ഷിഷ്കാജ് ഡിസൈൻ ആയിട്ടില്ല. സെവിൻ. സർ ഒരു സംശയം ചോദിക്കട്ടെ? ആ ഇതിലെ ക്വസ്റ്റ്യൻ പറയുന്നത് ഷോ ദ ഡിസൈനിങ് ഓഫ് ഗോയിങ് ത്രൂ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ പ്രോസസ് എന്നല്ല. മനസ്സിലായില്ല. ഇതിനകത്ത് ഇപ്പം കാണിക്കുന്ന ഷോ ദ ഡിസൈനിങ് ഓഫ് സാനിറ്റൈസർ ഗോയിങ് ത്രൂ വേരിയസ് സ്റ്റേജസ് ഓഫ് ദ ഡിസൈൻ അല്ല പറയുന്നത്? അതെ. ആ അന്നേരം നമ്മളിപ്പോ സാധാരണ ഒരു ലോക്കൽ ഡിസൈൻ നോട്ടിട്ട് അഡ്വാൻസ് ആവുന്ന വരെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കണ്ടേ? വേരിയസ് സ്റ്റേജസ് എന്നല്ല കാണിക്കുന്നത്? അതിന്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ് കാണിക്കേണ്ടത്. ഡിസൈൻ സ്റ്റേജസ്. ഇപ്പൊ ഡിസൈൻ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഇവര് ഡിസ്പെൻസറിൽ പറഞ്ഞല്ലേ കുറെ പാർട്സ് പറയുന്നുണ്ടല്ലേ? അതൊക്കെ ഒവ്വൊരു സ്റ്റേജസ് ആയിരിക്കും അല്ലേ? അസംബ്ലി ആയിരിക്കും അല്ലേ? അസംബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ. അതപ്പോ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇപ്പോ എനിക്ക് തോന്നുന്നു അഭിനവ് വരച്ചിട്ടുണ്ടായിരുന്നു, കണ്ട? അഭിനവ് ഓരോ സാധനവും സെപ്പറേറ്റ് ആക്കിയിട്ട് അതിന്റെ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്. പിന്നെ ഇതിന്റെ ബേസ് മോഡൽ ഒന്ന് വരയ്ക്കണം. ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. സ്കെച്ച് ചെയ്തിട്ടല്ലേ പ്രൊഡക്റ്റിലേക്ക് പോവുക. അപ്പൊ സ്കെച്ച് ചെയ്യണതിനും പ്രൊഡക്റ്റും സെയിം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം കാണിക്കാൻ. ഓക്കെ. സെവിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? സാർ ഞാനൊന്നുമില്ല, എല്ലാരും മറ്റേ തന്നെ ഒരു സെൻസർ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. സെയിം മോഡലാണ് വരച്ചത് അല്ലേ? അതേപോലെ തന്നെ വരച്ചിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഏതൊക്കെ മോഡൽ ഉണ്ടെന്നുള്ളത്. ഡിസ്പെൻസർ. ഇത് ലോക്കൽ മോഡൽ കാണുന്നതാണ്. ഓക്കെ. നിങ്ങൾ വരച്ച മോഡലൊക്കെ ഏകദേശം ഈ മോഡൽ പോലാണ് ഇരുന്നത് അല്ലേ? അഭിനവ് കാണിച്ചതും അവരൊക്കെ കാണിച്ചത് ഇങ്ങനെ ഒരു ടൈപ്പായിരുന്നു. ഓക്കെ. വേറെ ഡിഫറെന്റ് മോഡൽസ്. ഓക്കെ. ഇതൊരു ഡിഫറെന്റ് മോഡലാണ് കേട്ടോ. ഇതിൽ സ്വിച്ച് ഉണ്ടാവില്ല, സെൻസാർ മാത്രമാണ് ഉണ്ടാവുക.
ബാക്കിയുള്ളതൊക്കെ അതാ ഈ മോഡൽ. ദെൻ ഇതായിരുന്നു ഒരു മോഡൽ ടച്ച്ലെസ്. പിന്നെ ഉള്ളത് ഓക്കെ, ഇത് അഭിനവ് കാണിച്ച മോഡലാന്ന് തോന്നുന്നു. ഓക്കെ, സെക്കൻഡ് ഡിസൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? Helmet provides safety and protection to bike riders, but riders found difficulties to carry helmet with them and hooking it up with a bike as well. Develop a solution to solve this problem. നോക്ക്, ആ മോഡൽ നോക്ക്. ആശിഷ്, അനിൽ, അഭിനവ്, sir. അഭിഷേക്, ഇല്ല. അഭിഷേക് ഇല്ല. ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അമൽ സുരേന്ദ്രൻ, ആമിന മൽഹ, absent. Okay. അനൈന, അനിരുദ്ധ്, അഞ്ജിത, അനുജ, അനുപമ, അരോമൽ, അർബിത്, അരുൺദാത്ത്, അശ്വിൻ, ഫസ്ന, റംഷദ, ഹിർദുൽ, ജരീഷ് അല്ല, ഖദീജ, ലിഖിത്, മറിയം, ലിയാന. ലിഖിത്തിന്റെ നെറ്റ് പോയി പറഞ്ഞു. ഓക്കെ. നിതിൻ മോഹൻ, മുഹമ്മദ് നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ, സാലി, സഫീഖ്, നബീൽ നസീർ, നന്ദ എസ് നായർ, നന്ദിത, നിവേദയ, യുഹ സാലി, പ്രിൻസ്, ഋഷികേഷ്, ഋഷ്വിൻ, ഋത്തിക്, രോഹിത്,
സഫീൽ, സങ്കീർത്തന, സാരംഗ്, സേജൽ, സെവിൻ, ഷബിൻ, ശിഷ്കാജ്, തനുശ്രീ, തേജ പൊന്നൻ, തുളസി, തുളസി വൈഷ്ണവി, വിഷ്ണു കെ, വൈഷ്ണവ് പ്രദീപ്, യാദവ്, അനീഷ്, അമൽ രവീന്ദ്രൻ. സെക്കൻഡ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്താ? സെക്കൻഡ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്താ? എന്താ അറ്റൻഡൻസ് എടുത്തുന്ന ആൾക്കാരൊക്കെ ലെഫ്റ്റ് ആണ്? സെക്കൻഡ് ഡിസൈൻ helmet provides safety and protection to bike riders. Okay. 14 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. Any ideas? Helmet provides safety and protection to bike riders, but riders found difficulties to carry helmet with them and hooking it up with bike axle. അപ്പൊ നമ്മള് ഹെൽമെറ്റ് ഡിസൈൻ ചെയ്യേണ്ട? ഹെൽമെറ്റ് അല്ല, ഹെൽമെറ്റ് വേണമെങ്കിൽ പോർട്ടബിൾ ടൈപ്പ് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. ബട്ട് അതിൽ പ്രശ്നമായിട്ട് പറയണത് എന്താണ്? ബട്ട് റൈഡേഴ്സ് ഫൗണ്ട് ഡിഫിക്കൽട്ടീസ് ടു ക്യാരി ഹെൽമെറ്റ് എന്നല്ലേ പറയണേ. കൊണ്ട് നടക്കാൻ, സപ്പോസ് നമ്മൾ ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുപോവാണ്, ദെൻ ബൈക്കിൽ വെക്കാൻ, അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ആണ് പറയണത്. അപ്പോൾ അതിൽ ഹെൽമെറ്റിൽ വേണമെങ്കിൽ സൊല്യൂഷൻ ആക്കാം, അല്ലെങ്കിൽ അത് ബൈക്കിൽ വയ്ക്കുന്നതിനും സൊല്യൂഷൻസ് ആക്കാം. ഓക്കെ, ബട്ട് റൈഡേഴ്സ് ഫൗണ്ട് ഡിഫിക്കൽട്ടീസ് ടു ക്യാരി ഹെൽമെറ്റ് വിത്ത് ദം ആൻഡ് hooking it with the bike as well. Develop a solution to solve this problem without sacrificing safety. Design. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സ്കൂട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ടോ? സ്കൂട്ടീന്റെ ബോക്സ് എങ്ങനെയായിരിക്കും? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ സ്കൂട്ടിയിലൊക്കെ നമുക്ക് ഹെൽമെറ്റ് എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യണ രീതിയിലായിരിക്കും അതിന്റെ ഡിസൈൻ അല്ലേ? സീറ്റിന്റെ അടിയിൽ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഹെൽമെറ്റ് കീപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലാണ് അപ്പൊ നോർമൽ മോട്ടോർ വെഹിക്കിൾസിലുള്ള സൊല്യൂഷൻസ് അവർ ചോദിക്കണം. ഹെൽമെറ്റ്സ് പ്രൊവൈഡ് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു ബൈക്ക് റൈഡേഴ്സ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഐഡിയാസ് വേണമെങ്കിൽ ഷെയർ ചെയ്തു. ഇപ്പൊ എനിക്ക് സമയമില്ല, 5 minutes ഉള്ളൂ. എങ്ങനെയൊക്കെ ഐഡിയാസ് വയ്ക്കാനുള്ളത് ഷെയർ ചെയ്താലും മതി, മൈക്ക് ഓൺ ചെയ്തിട്ട്. സാറേ, ഞാൻ ഹെൽമെറ്റ് ആണ് സംഭവമാക്കിയത്. വരക്കും ചെയ്തിന്. പക്ഷെ അവര് ബട്ടൺ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ ബൈക്കിന്റെ ടാങ്കിന്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതി. നോക്കട്ടെ, ഡിസൈൻ നോക്കട്ടെ. 1 second. ഇതാണ് ഹെൽമെറ്റ്. അപ്പൊ അതിന്റെ ഗ്ലാസ് പൊന്തിച്ചിട്ട് ഈ ബട്ടൺ ഇങ്ങനെ നെക്കിയാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഈ 2 ബട്ടൺ ഒരുമിച്ച് വെക്കിയാല് അപ്പൊ സെപ്പറേറ്റ് ആക്കി ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ കണക്ഷൻ തന്നെ ഉണ്ടാവും. ഇത് ഇവിടെ ഇങ്ങനെ കർവ് ആയിരിക്കും. ഫസ്റ്റ് മോഡൽ ഒന്ന് കാണിക്കുക, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഇത് ഹെൽമെറ്റ് ആണ്. അപ്പൊ ഈ ഇവിടെ 2 ബട്ടൺ ഉണ്ടാവും. അത് നെക്കിയാല് ഇത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഹെൽമെറ്റിന്റെ സെയിം ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മളെ വണ്ടീന്റെ ടാങ്ക് ഉണ്ടാവില്ലേ, അതിന്റെയും ഈ ഷേപ്പ് ഏകദേശം സിമിലർ ആയിരിക്കൂലേ? ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഡിസൈൻ ഓക്കെ ആണ്. ബട്ട് അതിൽ അവർ പറയുന്നുണ്ട് ലാസ്റ്റിൽ ഒരു ലൈന് സേഫ്റ്റി ആണെന്നുള്ളത് പറയണം. ചിലപ്പോൾ സപ്പോസ് ആക്സിഡന്റ് എന്തെങ്കിലും ആയാല് ആ ഗ്യാപ്പ് നീ പറയുന്നുണ്ടല്ലേ ഹെൽമെറ്റ് ഒരു സ്പ്ലിറ്റ് ആവുന്നുള്ളത്, അത് ബ്രേക്ക് ആയി പോവാന്നുള്ളത് കൂടി. ഇല്ല, അത് ഒരിക്കലും ബ്രേക്ക് ആവില്ല. അതിലെന്താ യൂസ് ചെയ്യാ? ബട്ടൺ നെക്കിയാലേ
രണ്ട് ബട്ടൺ ഒരുമിച്ച് ഞെക്കിയാലേ അത് അൺലോക്ക് ആവും. ഗുഡ്. ഓക്കെ, ആ ഡിസൈൻ ഓക്കെ ആണ് കേട്ടാ. വേറെ ആൾക്കാർ ഇതുപോലെ ഡിസൈൻ ചെയ്തത്? അമൽ സുരേന്ദ്രൻ, നല്ല ഡിസൈൻ ആട്ടാ. ഇപ്പൊ നമ്മള് ബൈക്കിന്റെ ബാക്കിൽ വെക്കുന്ന ഒരു ബാഗ് കൊത്തിയാലും കുഴപ്പമില്ലല്ലോ. ഇല്ല, നീ ഏതാ ചെയ്തത് നോക്കട്ടെ. അഭിനവ് നല്ല ഡിസൈൻ ആയിരുന്നു കേട്ടാ. ഇതേപോലെ ഒരു ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബോക്സ് ആണ്, ബോക്സ് ഫിക്സിംഗ് ആണ്. അപ്പൊ അതില് ബോക്സിൽ വെക്കുക. ഓക്കെ ഓക്കെ. അഭിനവ് വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്തതായിരുന്നോ, ഓൺ ഐഡിയ ആയിരുന്നോ? ഇല്ല സാർ, ഞാൻ എവിടെയും നോക്കിയില്ല. ഈ സാറ് കഴിഞ്ഞ ആഴ്ച മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അഭിനവൻ്റെത് കുറച്ച് ഇന്നോവേറ്റീവ് ആയിരുന്നു കേട്ടാ, ഞാൻ അത്രയ്ക്ക് ആലോചിച്ചില്ലായിരുന്നു. ഓക്കെ, വേറെ അമൽ സുരേന്ദ്രൻ ഓക്കെയാണ്. ഒരു ബോക്സ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ നബീൽ നസീർ, നബീൽ ഡിസൈൻ ആക്കിനാ? സാറേ ഹെൽമെറ്റിന്റെ കിട്ടിയിട്ടൊന്നും ഒരു ഐഡിയ ഒന്നും വരുന്നില്ല. ഒരു ഐഡിയ പറഞ്ഞില്ല. ഇതാണ് എക്സാമിന് പ്രശ്നം പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കും കേട്ടാ. പോർട്ടബിൾ ആക്കിയാൽ അതിന്റെ സേഫ്റ്റി കുറയില്ലെന്നൊരു ഡൗട്ട്. പോർട്ടബിൾ ആക്കിയാല് വേറെ ആയിരിക്കും ഇങ്ങനെ ആക്കിയ? റാസിന് കുറെ ഇന്നോവേറ്റീവ്സ് ഐഡിയാസ് പറഞ്ഞ ആൾക്കാരല്ല ആളല്ലേ റാസി? സാറേ ഡിസൈൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമ്മളെ ഈ ഒരു എയർ ബാഗ് പോലെ ഒരു വീഡിയോ കണ്ടിട്ട് ചവിട്ടി നമ്മളെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെ ആക്സിഡന്റ് ആവും തിരിച്ചറിയുമ്പോ അത് ഓട്ടോമാറ്റിക്കലി തല ഫുള്ളായിട്ട് മൂടുന്ന ടൈപ്പ് ഒരിക്കൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഒരു ആക്സിഡന്റിന് ശേഷം പിന്നെ അത് വീണ്ടും വേറെ വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെയാ വരിക? അതറിയില്ല. ഓക്കെ, നീ പറയണത് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, സാധനം ഫ്ലെക്സിബിൾ ആയിരിക്കും. ആക്സിഡന്റ് ആയാലും മാത്രമേ അത് ബലൂൺ ഫോമിൽ ഫോം ആവും. അങ്ങനെയല്ലേ? ആ മോഡൽ അല്ലേ? ഞാൻ ഇത് എവിടെയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് ആയി താഴെ പോകുമ്പോൾ എന്തെങ്കിലാണ് അത് ബലൂൺ ഫോമിൽ ഫോം ആവും. പിന്നെ ഉള്ളതിന് പിന്നെ യൂസ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അതപ്പോ ഡിസൈനിൽ കാണിക്കണം കേട്ടോ. അതില് തെറ്റൊന്നും ഇല്ല. വരച്ചിട്ടില്ല.